അപ്പോൾ ഈ ദിവസം നമ്മൾ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ ബലാത്സംഗ കേസിൽ രാഹുൽ മങ്കൂടത്തിൽ എം.എൽ.എയുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചതും അതിന്റെ വിധി നാളത്തേക്ക് മാറ്റിയതും ഒക്കെയുമാണ്. നാളെ വീണ്ടും ഇത് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നീണ്ട വാദപ്രതിവാദങ്ങളൊക്കെയായിരുന്നു. അതിനൊക്കെ ശേഷം തുടർവാദങ്ങൾക്കായി നാളത്തേക്ക് മാറ്റുകയായിരുന്നു കോടതി. എന്നാൽ കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടില്ല. സെഷൻസ് കോടതിയിലെ അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ജാമ്യാപേക്ഷയിലെ വാദങ്ങൾ നടന്നത്. വാദപ്രതിവാദങ്ങൾ കേട്ട കോടതി പ്രോസിക്യൂഷനോട് കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ഇന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കാനായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. മറ്റു തെളിവുകൾ ഹാജരാക്കി പ്രോസിക്യൂഷനും വാദിച്ചു. നിലവിൽ 7 ദിവസമായി രാഹുൽ മങ്കൂടത്തിൽ ഒളിവിൽ തുടരുകയാണ്. ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പ്രതിഭാഗം വാദിച്ചെങ്കിലും ഇക്കാര്യത്തിൽ കോടതി ഒരു തീർപ്പ് ഇന്ന് പറഞ്ഞില്ല. അറസ്റ്റിന് തടസ്സമില്ലെങ്കിലും ജാമ്യാപേക്ഷയിൽ നാളെയായിരിക്കും കോടതി വിധി വരിക. അപ്പോൾ നമുക്ക് പരിശോധിക്കാം ഇന്ന് കോടതിയിൽ നടന്ന പ്രധാന വാദങ്ങൾ എന്തൊക്കെയാണ് എന്ന്. അപ്പോൾ ഈ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആദ്യം ഈ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാനാണ് യുവതി പരാതി നൽകിയതെന്നാണ് രാഹുലിന്റെ പ്രധാനപ്പെട്ട വാദം. രാഹുലിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ വാദിച്ചതാണ് ഈ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ തൻ്റെ രാഷ്ട്രീയ ജീവിതം അത് എങ്ങനെയും നശിപ്പിക്കണം എന്നാണ് ഈ പെൺകുട്ടിയുടെ വാദം. പെൺകുട്ടി ആവശ്യപ്പെടുന്നതെന്നാണ് കോടതിയിൽ പ്രധാനമായിട്ടും രാഹുലിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച ഒരു കാര്യം. ഈ രണ്ടാമത്തേതായി പറഞ്ഞത് കേസിന് പിന്നിൽ ഒരു CPIM BJP ഗൂഢാലോചനയുണ്ട്. മാത്രമല്ല ഇതിപ്പോൾ നടന്നിരിക്കുന്നത് ഒരു പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു എന്നും കോടതിയിൽ ഇന്ന് പ്രതിഭാഗം ഉന്നയിച്ചു എന്നുള്ളതാണ്. മൂന്നാമത്തേതായി പറഞ്ഞത് ഗർഭഛിദ്രം നടത്തിയത് യുവതിയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ഈ ശ്രദ്ധ തിരിക്കാനാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നും രാഹുൽ ഇന്ന് കോടതിയിൽ വാദിച്ചു. രാഹുലിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ വാദിച്ചു. യുവതി നിലവിൽ നൽകിയിരിക്കുന്നത് അത് വ്യാജ പരാതിയാണെന്നും കേസിൽ താൻ നിരപരാധിയാണെന്നുമാണ് രാഹുലിന്റെ ജാമ്യ ഹർജിയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന കാര്യം. യുവതി വിവാഹിതയാണെന്നും ഈ ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്തം അത് ഭർത്താവിനാണെന്നും രാഹുൽ ഈ ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട്. സ്വമേധയാ ഗർഭഛിദ്രത്തിനുള്ള ഗുളിക കഴിക്കുകയായിരുന്നു. ഈ പെൺകുട്ടി സ്വമേധയാ ഗർഭഛിദ്രത്തിനുള്ള ഗുളിക കഴിക്കുകയായിരുന്നു എന്നും രാഹുൽ ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല കടുത്ത കുറ്റകൃത്യം നടന്നുവെന്നും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും രാഹുലിന് ജാമ്യം അനുവദിക്കരുത് എന്നുമാണ് ഇതിൽ പ്രോസിക്യൂഷൻ വാദിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ വിശകലനങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് VS അനുവും പാലക്കാട് നിന്ന് അജിത് ബാബു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം VS അനുവിലേക്കാണ്. അനു, ഗുഡ് ഈവനിങ്. ഇപ്പം രാഹുലിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ കേസ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ കേസ്. കോടതിയിൽ നിന്ന് നടപടി ഉണ്ടായാൽ രാഹുൽ പാർട്ടിക്ക് പുറത്താകും, MLA സ്ഥാനം നഷ്ടപ്പെടും. ഇന്ന് കോടതിയിൽ നടന്ന വാദങ്ങൾ എങ്ങനെയായിരുന്നു അനു? ഗുഡ് ഈവനിങ് സേതു. യഥാർത്ഥത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് തന്നെയായിരുന്നു ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നിന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി ഒരു പക്ഷേ നാളെ ഉണ്ടാകും. വിധി നാളെ ഉണ്ടാകുമെന്ന് പറയുന്നത് നാളെ തുടർവാദത്തിനായിട്ടാണ് കേസ് വച്ചിരിക്കുന്നത്. അപ്പോൾ തുടർവാദത്തിന് ശേഷം വിധി എന്നുള്ളതാണ് നമുക്ക് കോടതി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇതിലേറ്റവും പ്രധാനം ഇത് ഈ നാളെ പരിഗണിക്കുന്നതും വിധി വരുന്നതുമായ കേസിൽ ഒരിക്കൽ പോലും രാഹുലിൻ്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ആവശ്യം പ്രതിഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും അങ്ങനെ ഒരു ഉറപ്പ് നൽകാൻ കഴിയില്ല എന്ന് പ്രോസിക്യൂഷൻ നിലപാടെടുക്കുകയും അത് കോടതി ഒരു പരിധിവരെ അംഗീകരിച്ചു. അതുകൊണ്ടാണല്ലോ രാഹുലിനെ അറസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഈ വിധി വരുന്നത് വരെ അറസ്റ്റ് ചെയ്യേണ്ട എന്ന് സാധാരണ ചില കേസുകളിലെങ്കിൽ കൊടുക്കാറുള്ള ആ ഒരു നിർദ്ദേശം ഇന്നില്ല. രാഹുലിൻ്റെ കേസിൽ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും രാഹുലിനെ അറസ്റ്റ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് കോടതി ഇക്കാര്യത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനം രാഹുലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ തൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ CPM BJP ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള കേസാണിത്. മാത്രമല്ല ഈ പറയുന്ന യുവതിയുടെ ഈ പരാതി കൊടുക്കുമ്പോൾ അവർക്ക് പോലീസുമായി ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു CPM പോലീസ് സർക്കാർ ഗൂഢാലോചന എന്നൊരു നറേഷനാണ് ഇന്ന് രാഹുലിൻ്റെ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാർ ഇന്ന് കോടതിയിൽ ബാധിച്ചത്. പക്ഷേ തിരികെ പ്രോസിക്യൂഷനാകട്ടെ ഈ പെൺകുട്ടിയുടെ വിവാഹ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി എത്തിയ രാഹുൽ പിന്നീട് ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്യുകയും അവളെ ബലാത്സംഗം ചെയ്യുകയും ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു വാദം അവർ മുന്നോട്ട് വെച്ചു. അതിനിടയിൽ ചില
ചില കാര്യങ്ങളിൽ തെളിവെവിടെ എന്നുള്ള ചോദ്യത്തിന് നാളെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞത്. അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ നാളെ ഈ കേസിൻ്റെ തുടർവാദം കേൾക്കാം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് പ്രോസിക്യൂഷനും അതുകൂടാതെ തന്നെ പ്രതിഭാഗവും അടച്ചിട്ട മുറിയിൽ വേണം വാദം കേൾക്കാൻ എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ അടച്ചിട്ട മുറിയിലാണ് ഏകദേശം 1.25 മണിക്കൂറോളം നീണ്ട വാദങ്ങൾക്കൊടുവിലാണ് കേസ് നാളത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഓക്കെ അനു, അപ്പൊ അതാണ് ഇന്നിപ്പോ കോടതിയിൽ നടന്ന കാര്യങ്ങൾ. അനു, ഇനി മറ്റൊരു കാര്യം വെച്ചാൽ ഇന്നിപ്പം രാവിലെ തന്നെ കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ ഒരു ഇത്രയും വിവാദമായ സ്ഥിതിക്ക് ഒരു ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ടി വരും, പുകഞ്ഞുകൊള്ളി പുറത്ത് എന്നൊക്കെയായിരുന്നു പ്രതികരണം നടത്തിയത്. പക്ഷേ പിന്നാലെ വന്ന ഈ KPCC അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ ആ രീതിയിലല്ല, ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ആ രീതിയിലല്ല, കോടതി വിധി വരട്ടെ എന്നിട്ട് നോക്കാം എന്ന രീതിയിലായിരുന്നു നിലപാടുകളൊക്കെയും. ഇപ്പോൾ കോടതി ഇന്നിപ്പോൾ വിധി പറഞ്ഞിട്ടില്ല, നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്, വാദം നാളെയും തുടരും. ഈ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഈ വിഷയം ഇത്ര കണ്ട് സജീവമാണ്, ഇത്ര കണ്ട് മാധ്യമങ്ങളും അതേപോലെ തന്നെ പൊതുജനങ്ങളും ഒക്കെയും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്, അത്ര കണ്ട് വിവാദമായി നിൽക്കുന്ന ഒരു സംഭവമാണ്. തിരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ വന്നു നിൽക്കുന്ന സമയമാണ്. ഒന്നാം ഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനിയിപ്പം ഒരാഴ്ച പോലും ഇല്ല, 6 ദിവസമേ ഉള്ളൂ ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലും പാർട്ടി നിലപാട് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ? സേതു, ഇവിടെ ഈ സേതു സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമുള്ള ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് രാഹുലിനെതിരെ നടപടിയെടുത്താൽ അത് വലിയ തരത്തിൽ കോൺഗ്രസിനെ ബാധിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷെ അതേസമയം അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാതിരിക്കാൻ പാർട്ടിക്ക് ആകുന്നുമില്ല. കാരണം അവരുടെ മുന്നിലേക്ക് അടക്കം പരാതി വന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള സൂചനകൾ വന്നെങ്കിലും തിടുക്കപ്പെട്ട് അങ്ങനെ ഒരു നടപടി എടുത്താൽ അത് പാർട്ടിക്കാകെ ഒരു ക്ഷീണമാകുമെന്നൊരു വിലയിരുത്തൽ, രാഷ്ട്രീയ വിലയിരുത്തൽ അവർക്ക് ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ ഏതായിരുന്നാലും ഈ ജാമ്യ ഹർജിയിൽ തീരുമാനം വന്നിട്ടില്ല. ഇനി രാഹുലിന് അനുകൂലമാകുകയാണ് സാഹചര്യമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും ഈ നടപടി നീട്ടിക്കൊണ്ടുപോകാൻ കോൺഗ്രസിന് കഴിയും. അല്ല എങ്കിൽ ഒരുപക്ഷെ നാളെ ഈ വിധി വന്നതിന് ശേഷം അങ്ങനെ ഒരു നടപടിയിലേക്ക് അവർ കടക്കാം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിൽ ഈ തള്ളാനും കൊള്ളാനും വയ്യ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് രാഹുലിൻ്റെ കേസുള്ളത്. ഇപ്പോൾ രാഹുലിനെതിരെ VM സുധീരൻ മുൻ KPCC അധ്യക്ഷൻ പറയുന്നു, ഈ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട നേതാക്കളൊക്കെ പറയുന്നു, പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗത്തിന് രാഹുലിനെതിരെ നടപടി വേണമെന്ന് ആഗ്രഹമുണ്ട്, അവർ പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ മുരളീധരൻ്റെ അടക്കം വാക്കുകൾ. പക്ഷേ അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ കൂടി പാർട്ടി അങ്ങനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു തുറന്നു പറച്ചിലുകളിലേക്ക് പോകണ്ട എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ നമ്മൾ നടപടി എടുത്തതാണ്, ബാക്കി പറയാം. കാരണം രാഹുൽ അല്ല അവരുടെ പ്രശ്നം, അത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ അവർ കുറച്ച് കൃത്യമായി പഠിച്ചാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യാം. ഇപ്പം ഈ രാഹുൽ തിരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നിലയ്ക്ക് ഒന്ന് തള്ളിപ്പറഞ്ഞ് അല്ലെങ്കിൽ രാജിയൊക്കെ ചോദിച്ചെങ്കിൽ ഒരുപക്ഷെ ഈ പാർട്ടിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ജീവൻ പണയം വെച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുറച്ച് പ്രവർത്തകർക്കെങ്കിലും തല ഉയർത്തി നിൽക്കാൻ വരുന്നത്. പക്ഷേ ആ ഒരു നിലയിലേക്ക് ഈ നേതാക്കളൊന്നും പോകുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ പരാതി നൽകി അജിത്ത് കൂടി നമുക്ക് പോകണ്ട. അജിത്തെ, യുവതി പരാതി നൽകി 7ാം ദിവസവും രാഹുലിനെ കണ്ടെത്താൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. എല്ലായിടങ്ങളിലും വല വിരിച്ചിരിക്കുന്നു. രാഹുലിനെ തൊട്ടടുത്തെത്തിയെന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ. ഇയാൾ ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള നിലവിലെ ഏറ്റവും പുതിയ അപ്ഡേഷൻ അജിത്ത്? സേതുലക്ഷ്മി, ആ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് 7 ദിവസമായിട്ടും ഇത്തരത്തിൽ അടുത്തെത്തി എന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത്. ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വലിയ പ്രതിസന്ധിയുണ്ട്. 2 കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ ആശങ്കപ്പെടുന്നത്. രാഹുൽ ഏതെങ്കിലും ഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയോ കോടതിയിലെത്തി കീഴടങ്ങുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അത് അന്വേഷണ സംഘത്തിനാകെ തിരിച്ചടിയാകും. രാഹുലിനെ എന്തുകൊണ്ട് പിടികൂടാൻ കഴിഞ്ഞില്ല എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ അന്വേഷണം തുടർന്നിട്ടും പലതവണ രാഹുലിൻ്റെ അടുത്തെത്തിയെന്ന് പറയുമ്പോൾ കൃത്യമായ അതിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിവരങ്ങളൊന്നും നൽകാൻ കഴിയുന്നില്ല. രാഹുൽ എങ്ങനെയാണ് ആ സമയത്ത് തന്നെ അവിടെ നിന്ന് പോകുന്നതെന്ന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ കൂടെ ഉണ്ട്. നിലവിൽ ഏതാണെങ്കിലും പോലീസ് കുറച്ചധികം കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. രാഹുൽ പാലക്കാട്ട് നിന്ന് എങ്ങനെയാണ് പോയത്, പ്രത്യേകിച്ച് ഫ്ളാറ്റിൽ നിന്ന് കണ്ണാടിയിൽ നിന്ന് സംഭവം അറിഞ്ഞ ശേഷം ഫ്ളാറ്റിലെത്തുന്നു, അവിടുന്ന് ചുവന്ന പോള കാറിൽ സഞ്ചരിക്കുന്നു, പിന്നീട് ആ കാറ് മാറുന്നു, പിന്നീട് ഇത്തരത്തിൽ കൊഴിഞ്ഞാമ്പാറ വഴി തമിഴ്നാട്ടിലേക്ക് പോകുന്നു, അതിനൊരു സുഹൃത്തിൻ്റെ സഹായം തേടുന്നു, മറ്റൊരു കാറിലാണ് പോകുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ആ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ എത്തിയതിനു ശേഷം രാഹുൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ആകെ എവിടെയൊക്കെയാണ് താമസിച്ചെന്നുള്ള പൂർണ്ണമായ വിവരം അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലില്ല. പക്ഷേ തമിഴ്നാട്ടിലും കോയമ്പത്തൂരിലും ഒക്കെ ഉൾപ്പെടെ അന്വേഷണം സജീവമായ ഘട്ടത്തിലാണ് കർണാടകത്തിലേക്ക് കടക്കുന്നത്. പ്രത്യേകിച്ച് ബാംഗ്ലൂരു. നിലവിൽ ഈ അന്വേഷണം പുരോഗമിക്കുന്നതേ ഉള്ളൂ. രാഹുൽ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ സൂചനകളൊന്നും തന്നെ ഇല്ല. പറഞ്ഞ പോലെ റൂട്ട് മാപ്പ് അടക്കം അന്വേഷണ സംഘത്തിന്റെ കൈവശമൊക്കെ ഉണ്ട്. അപ്പോൾ ശരി, ഈ പാലക്കാട് നിന്ന് അജിത്തും അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് VS സനുവുമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനായി വല വിരിച്ചിരിക്കുകയാണ് പോലീസ്. ഒപ്പം തന്നെ ഇന്ന് കോടതിയിൽ നടന്ന കാര്യങ്ങൾ
കാര്യങ്ങളുമാണ് പ്രേക്ഷകരിലേക്ക് ഇരുവരും എത്തിച്ചത്.